ഇപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഒന്ന് വിളിച്ചാലോ? അതെ, ചേച്ചി പറഞ്ഞ ആ രുചിയുടെ രാജാവ് കറക്റ്റ് അല്ലേ, ആരാണെന്ന് അറിയണ്ട, എല്ലാരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹമായിരിക്കും ഇന്നിവിടെ വിധി എഴുതുക. അതെ, അതാണ് കറക്റ്റ്. ഞാൻ അപ്പൊ ആ രുചിയുടെ രാജാവ് ആരാണെന്നാണ് നമ്മൾ ഇനി അറിയാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചി ഒരു 50 years, 50 വർഷത്തെ പാരമ്പര്യമുണ്ട്. നമ്മുടെ തൃപ്പൂണിത്തുറ രാജകുടുംബത്തിന് വരെ അദ്ദേഹത്തിന്റെ മുത്തശ്ശനൊക്കെ ആയിരുന്നു സദ്യയൊക്കെ കൊടുത്തിരുന്നത്. അത്രയും പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതെ, ഒരു കാര്യം മനസ്സിലാക്കണം, എന്താ അറിയോ, ഞാൻ പേടിപ്പിക്കുകയല്ല. അതെ, ഈ നമ്മൾ പറയില്ലേ കൈപ്പഴക്കവും തഴക്കവും വന്ന അദ്ദേഹം എന്ന് പറയും. അത് മാത്രല്ല, അദ്ദേഹത്തിന് മണത്തിൽ കൂടി പോലും അറിയാൻ പറ്റും പായസത്തിന്റെ രുചി എന്നാ പറയാ. അതെ, അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ തന്നെ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഇറങ്ങി പോയേ, തീർന്ന്. പിന്നെ ഒരു വലിയ ബ്രാൻഡ്, ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അല്ലേ ചേച്ചി? ഉറപ്പായിട്ടും എത്രയോ വർഷത്തെ ഹാർഡ് വർക്ക്. അതെ, ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ. നമുക്കൊക്കെ നല്ല എന്താ പറയാ രുചിയുള്ള സദ്യ നമുക്ക് വിളമ്പി തരുന്ന സുഹൃതം കാറ്ററിംഗ്, അതിന്റെ ഓണർ കൂടെയാണ് സാറ്. SK സുബ്രഹ്മണ്യൻ സാറിനെയാണ് നമ്മൾ സ്വാഗതം ചെയ്യാൻ പോകുന്നത്. അപ്പൊ യാനീസ് കിച്ചൺ കുക്കറി കോൺടെസ്റ്റിലേക്ക് SK സുബ്രഹ്മണ്യൻ സാറിനെ ഒരുപാട് സ്നേഹത്തോടെ ഞാനും ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് നിറവോടെ അതെ സ്വാഗതം ചെയ്യും. ഹാപ്പി ഓണം സർ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞാൻ ഒരു ടെലിവിഷൻ ചാനൽ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്. അത് ആനിയുടെ ഒപ്പം അമൃതയുടെ ഇതിലായത് കാരണം ഭയങ്കര സന്തോഷം. സാർ, എനിക്ക് അതിനെക്കാട്ടിലും വലിയൊരു സുഹൃത്ത് എന്താണെന്നറിയോ? സാറിനെ പോലെ ഒരാളുടെ കൂടെ നിൽക്കാൻ സാധിച്ചത് ഞാൻ ബ്ലസ്ഡ് ആണെന്ന് ഞാൻ വിശ്വസിക്കാം. അത് മാത്രല്ല, നമ്മുടെ കണ്ടസ്റ്റൻസിന് എല്ലാരോടും ഞാൻ പറഞ്ഞിരിക്കുന്നത് സാറാണ് ഇന്ന് നമ്മുടെ ഇവിടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത്. അതെന്താ അറിയോ സാർ, ഇന്ന് ഈ 10 കൗണ്ടറിലും ഞാൻ സാധാ ഒരു അടപ്പായസം പ്രതീക്ഷിച്ച് കയറി. പരിപ്പ്, കടല ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷെ ഇതൊന്നുമല്ല സാർ, 10 കൗണ്ടറിലും 10 തരം പായസമാണ്. അതെ, പരീക്ഷണങ്ങൾ എപ്പോഴും പുതുമയിലേക്ക് വരുന്നു. അത് ഹെൽത്തി ആയിരിക്കണം, അതാണ് ഏറ്റവും. ഇത് മിക്കവരും ഹെൽത്തി ആയിട്ട് തന്നെയാണ് സാർ ചെയ്യുന്നത്. സാർ, ഈ അടപ്പായസം ഒക്കെ അതിന്റെ എന്താ പറയാ ഒറിജിൻ അങ്ങനെയൊക്കെ എന്താണ് സാർ? ഹിസ്റ്ററി ഉണ്ടാവില്ല, നമ്മളെപ്പോഴും പായസം പായസം എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ കാലത്ത് ഭക്ഷണത്തിനാണ് പ്രശ്നമായിരുന്നത്. ഭക്ഷണം അമൃത ആവാനായിട്ടാണ് അരിയിൽ ശർക്കരയും മറ്റു സാധനങ്ങൾ ചേർത്തിട്ടാണ് പായസം ആദ്യം ഉണ്ടാക്കുന്നത്. അത് അവര് ഭക്ഷണം നല്ലോണം കഴിച്ചാൽ മധുരം കഴിക്കണം എന്നുള്ളത്. ഓക്കെ സാർ, അപ്പൊ എന്റെ ഒരു സംശയം ഞാൻ ചോദിച്ചോട്ടെ, എനിക്ക് അറിവില്ലാത്തോണ്ട് ചോദിക്കാണ്. സദ്യ എപ്പോഴും നന്നാവുന്നത് സാമ്പാർ നന്നാവുമ്പോഴെന്നാണ് പൊതുവേ കേൾക്കുന്നത്, ശരിയാണോ സാർ? സാമ്പാർ മാത്രമല്ല, സാമ്പാർ ഒരു മെയിൻ ഘടകമാണ്. സാമ്പാർ, പായസം, അവിയൽ, പച്ചക്കറി സദ്യയില് ഏറ്റവും ഇത് മൂന്നും നന്നായാൽ സദ്യ നന്നായി. അതിലേതെങ്കിലും ഒന്നില് പാളിച്ച പറ്റിയാൽ സദ്യക്ക് മോശപ്പേരാണ്. ഓ, അത് ശരി. പക്ഷെ ചേച്ചി, സാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. പാലട പ്രഥമന്റെ ഭയങ്കര വലിയൊരു ഫാനാണ് ഞാൻ. എപ്പോഴും സ്വിഗ്ഗിയിൽ ഇടയ്ക്ക് ഓർഡർ ചെയ്യും. അതായത് പപ്പടവും പഴവും കൂട്ടി മാത്രം കഴിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓർഡർ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഹൃതം കാറ്ററിംഗിലെ ആ പാലട പ്രഥമൻ, ഭയങ്കര ഇഷ്ടമാണ് സാർ. താങ്ക് യു.